ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഫെബിൻ. ഞാനേ ഇന്ന് സ്പെഷ്യലായിട്ട് ചെയ്യാമെന്ന് വേറൊന്നുമല്ല, ക്രിസ്മസൊക്കെ വരാല്ലേ. അപ്പോൾ ഒരു പ്ലം കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സക്സസ്ഫുൾ ആവോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കേക്ക് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, നമ്മൾ ഇന്നിപ്പോൾ എടുത്തേക്കണത് ഒരു 2 കപ്പോളം സെൽഫ് റൈസിങ് ഫ്ലവർ, ഡ്രൈ ഫ്രൂട്ട്സ്. ഞാനത് ലിഡിലിൽ നിന്നാണ് വാങ്ങിച്ചത്. അത് ഓൾറെഡി മിക്സ്ഡാണ്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഓക്കെ, ഫ്ലേവറായിട്ട് യൂസ് ചെയ്യണത് കണ്ടോ, ഇത് റമ്മ് ഫ്ലേവറാണ് ആക്ച്വലി. കൂടുതൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വാനില എസൻസ് യൂസ് ചെയ്യുന്നുണ്ട്. 2 മുട്ട, ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഒരൽപ്പം ബട്ടർ, പിന്നെ പാല്, പിന്നെ ബ്രൗൺ ഷുഗർ കേട്ടോ. ഞാൻ ഈ അരിപ്പ് ഉപയോഗിച്ചത് ആദ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കുക. അപ്പം അതിനകത്ത് എന്തെങ്കിലും കട്ടയായിട്ട് കിടപ്പുണ്ടെങ്കിൽ ഈ അരിപ്പയിൽ കൂടെ അരിച്ചാണ് പൊക്കോളൂ. ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒരു പ്രധാന കാര്യം നമ്മൾ മറന്നുപോയി, ഉപ്പ് നന്നായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. ഉപ്പ് 1 ടീസ്പൂണെങ്കിലും ആഡ് ചെയ്തില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ പറഞ്ഞ മാതിരി 1 ടീസ്പൂൺ ഉപ്പ്, നന്നായിട്ട് മിക്സ് ചെയ്യുക. പൗഡർ, സാധാരണ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഒന്നുകൂടി ആയിരിക്കും. അപ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ശരി, കണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്ത് ഒരു 250 ml പാല്, അതിനകത്തേക്ക് നമുക്കൊരു 80 ml, ഞാൻ അതിൽ കൂടുതൽ ഓയിൽ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, ഒരു 80 ml ഓയിൽ. ഓക്കെ, അപ്പം ഒരു 80 ml ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്തേക്ക് ഒരു 250 ml, മീൻസ് ഒരു 1/4 കിലോ ഷുഗർ ഇട്ടു. ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശേഷം എടുത്തു വെച്ച 2 മുട്ട അത് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കരുത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ഫ്ലവർ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ. കുറച്ചിട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയാണ്. ഏകദേശം ഒരു പിടി ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ആവശ്യം നമുക്ക്, ഇതിപ്പോ ഞാനൊരു കേക്ക് ഉണ്ടാക്കണം, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് മാത്രം ഇപ്പൊ നമ്മൾ കേക്ക് ഉണ്ടാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് അതിനകത്ത് യൂസ് ചെയ്യില്ല. ഇതിനകത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് സൽത്താനയുണ്ട്, സൽത്താന നമ്മൾ ഉണക്കമുന്തിരി ഉണ്ട്, കിസ്മിസ്, അതിനകത്ത് പിന്നെ ഓറഞ്ച് അവര് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടിയാണ് നമ്മളിത് മിക്സ് ചെയ്യണം കേട്ടോ. കേക്കിനായിട്ട് പ്ലം കേക്കിന് റമ്മിന്റെ ഫ്ലേവർ മസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ആ റമ്മിന്റെ ഫ്ലേവർ അല്പം ഒഴിക്കരുത്തേക്ക് വാനിലയുടെ ഫ്ലേവർ കൂടി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഒരു ടീസ്പൂണോളം മതിയാവും. അത്രയും മതി ഫ്ലേവറിങ്. അപ്പൊ ആ പച്ച ടേസ്റ്റ് നമുക്ക് കേക്കിൽ നിന്ന് മാറി കിട്ടും. ഓക്കെ, ശരി എന്നാൽ അപ്പൊ ഒന്നും കൂടി നിന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ വീട്ടിലേക്കുള്ള കേക്കാണ്, അതുകൊണ്ടാണ് കൈ ഉപയോഗിച്ച് ചെയ്യുന്നത്, വേറെ ഒന്നും വിചാരിക്കരുത്. ഇപ്പം നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ബട്ടറൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ അടിയിലായിട്ട് ബേക്കിംഗ് പേപ്പറാണ് യൂസ് ചെയ്യണത്. ജസ്റ്റ് ബേക്കിംഗ് പേപ്പർ ഇടുന്നു. എന്നിട്ട് നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കണ ഡോ ഉണ്ടല്ലോ, സോറി ബ്ലെൻഡ് വെച്ചണ ബാറ്റർ നമ്മളില്ലാത്തേക്ക് ആഡ് ചെയ്യണം കേട്ടോ. അല്പം കട്ട് ചെയ്യണം. കുറച്ച് എന്താ പറയാ കാഷ്യൂ നട്ട്സ് ഉണ്ട്, ഇത് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. എന്നാലും നമ്മുടെ പ്ലം കേക്ക് ഒന്ന് പൂർണ്ണമാവുള്ളൂ. അപ്പൊ നമ്മുടെ പ്ലം കേക്കിന്റെ ഗാർണിഷിങ് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഇനി നേരെ ഓവനിലേക്ക് വെക്കാം. ഓക്കെ, ഗൈസ്, അപ്പൊ നമുക്ക് ഇനി ഓവനിലേക്ക് വെക്കാം. ഇനി ഇപ്പൊ ഗൈസ് നമ്മുടെ കേക്ക് റെഡി ആയിട്ട് കേട്ടോ. നമുക്കിനി ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. കട്ട് ചെയ്ത് നോക്കാം അല്ലേ? ശരി. കിട്ടിക്കിട്ടുണ്ട് കേട്ടോ ആക്ച്വലി. കൊള്ളാം. ആ റമ്മിന്റെ ഫ്ലേവർ ഉണ്ട്. എനിവേ ഗൈസ്, ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. കേട്ടാ അപ്പഴ കേക്ക് ടേസ്റ്റ് നോക്കിയല്ലേ, നോക്കി കഴിച്ചു നോക്കി. എമ്മയാണ് എമ്മിയാണ് മതി.